ഹലോ ഓൾ, വെൽക്കം ടു ഒപ്റ്റിമൽ ഹെൽത്ത്. എൻ്റെ പേര് രാഘവൻ, സ്ഥലം കോഴിക്കോടാണ്. ഒരു വെൽനസ് ഓൺട്രപ്രണറാണ്. നമ്മൾ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രമേഹത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ട് പ്രമേഹം ഉണ്ടാകും, എന്താണ് പ്രമേഹം? നമ്മളൊരു 4-5 വീഡിയോൻ്റെ ഒരു പാർട്ടായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് പ്രമേഹം വരുന്നത്. വാട്ട് ഈസ് ദ സയൻസ് ബിഹൈൻഡ് ഡയബറ്റീസ്? പ്രമേഹം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഒരു സൈലന്റ് കില്ലറായിട്ടാണ് നമ്മൾ വിശേഷിപ്പിക്കാറ്. പ്രമേഹം ഒരു സൈലന്റ് കില്ലർ മാത്രമാണെന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. പ്രമേഹം അതിൻ്റെ കൂടെ ഒരു സീരിയൽ കില്ലർ കൂടിയാണ്. വാട്ട് ഈസ് സീരിയൽ കില്ലർ? നമ്മൾ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് 4-5 കൊലപാതകമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സീരീസ് ആയിട്ട് മർഡർ കേസ് നടക്കുന്നത്. സംഭവിക്കുന്നത് എന്താ? സീരിയൽ കില്ലർ. പ്രമേഹം എന്ന് പറയുന്നത് മറ്റുള്ള പലതരത്തിലുള്ള അസുഖത്തിൻ്റെയും ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, കഴിഞ്ഞ മാസം ഞാൻ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്തു സാറേ, ഇറ്റ് വാസ് നോർമൽ, 100-ന് താഴെയായിരുന്നു. പക്ഷേ ഈ മാസം ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്തപ്പോൾ 300-ന് മുകളിൽ പോയി. HbA1c അബവ് 7-ൽ കാണിക്കുന്നു. ഇത് ഒരു മാസം കൊണ്ടുണ്ടായൊരു പ്രക്രിയയാണോ? ഒരു മാസം കൊണ്ടാണ് ആ വ്യക്തി പ്രമേഹ രോഗിയായത് എന്ന് ചോദിച്ചാൽ, ഇത് സയൻറ്റിസ്റ്റും ഡോക്ടേഴ്സൊക്കെ പറയുന്നത് വർഷങ്ങളെടുക്കുന്ന പറഞ്ഞു, യുഗങ്ങൾ, 10 കൊല്ലം, 15 കൊല്ലം, 20 കൊല്ലമൊക്കെ എടുക്കുന്നുണ്ടാവും ഒരു വ്യക്തി പ്രമേഹ രോഗിയാവാനായിട്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം എന്താണ്? എന്തുകൊണ്ടാണ് പ്രമേഹം വരുന്നത്? നമുക്ക് വിശദമായിട്ട് നോക്കാം. നമുക്കറിയാം, മനുഷ്യ ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത് കോശങ്ങൾ കൊണ്ടാണ്. ഹ്യൂമൻ ബോഡി ഈസ് മേഡ് അപ്പ് ഓഫ് സെൽസ്. കോശങ്ങൾക്ക് എന്താ വേണ്ടത്? മെയിനായിട്ട് കോശങ്ങൾക്ക് ഊർജ്ജം, എനർജിയാണ് ആവശ്യം. എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? ശ്വസിക്കുന്ന വായുവിലൂടെയും കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും. കഴിക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ മാക്രോ ന്യൂട്രിയൻസ് ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ്. പ്രോട്ടീൻ, വാട്ടർ, അന്നജം, ഫാറ്റ്, ഇതെല്ലാം മാക്രോ ന്യൂട്രിയൻസ് ആണ്. മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ അളവിൽ വളരെ കുറച്ച് മതി. അത് വൈറ്റമിൻസ്, മിനറൽസ് എന്ന് പറയും. മെയിനായിട്ട് നമുക്ക് കോശങ്ങൾക്ക് ഊർജ്ജം, പെട്ടെന്ന് നമുക്ക് ഊർജ്ജം തരുന്നത് തീർച്ചയായിട്ടും അന്നജാഹാരം അഥവാ കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോഴാണ് നമുക്ക് കോശങ്ങൾക്ക് പെട്ടെന്ന് ഊർജ്ജം കിട്ടുന്നത്. ശരീരം നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിനെ ഗ്ലൂക്കോസ് ആയിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും, ഗ്ലൂക്കോസ് ആയിട്ട് വിഘടിക്കുന്നുണ്ടാവും. ഈ ഗ്ലൂക്കോസ് അതാത് കോശങ്ങളിലേക്ക് എത്തുമ്പോഴാണ് കോശങ്ങൾക്ക് എനർജി കിട്ടുന്നതും നമുക്ക് എനർജി കിട്ടുന്നത്. ഗ്ലൂക്കോസിനെ, നമ്മൾ കഴിക്കുന്ന ആഹാരം അഥവാ ഗ്ലൂക്കോസിനെ അതാത് കോശങ്ങളിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിച്ചിട്ടുള്ളത് ഒരു ഹോർമോൺ എന്ന് പറയും, ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻസുലിൻ എന്താ ചെയ്യുന്നത്? നമ്മൾ കഴിക്കുന്ന ആഹാരം ശരീരം ഗ്ലൂക്കോസ് ആയിട്ട് കൺവെർട്ട് ചെയ്ത് ഈ ഗ്ലൂക്കോസ് അതാത് കോശങ്ങളിലേക്ക് എത്തിക്കേണ്ട ജോലിയാണ് ഇൻസുലിൻ ചെയ്യുന്നത്. അപ്പോൾ ഇൻസുലിൻ ആക്ട്സ് ജസ്റ്റ് ലൈക്ക് എ പോസ്റ്റ്മാൻ എന്ന് പറയും, ഒരു മെസ്സഞ്ചർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം, അല്ലെങ്കിൽ ഒരു കാരിയർ, ഒരു ഗ്ലൂക്കോസിന്റെ കാരിയർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം നമ്മൾ ഇൻസുലിൻ. ഇൻസുലിൻ ആരാ ഉൽപ്പാദിപ്പിക്കുന്നത്? പാൻക്രിയാസ് എന്ന് പറയുന്ന ഓർഗനാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസിനെ അതാത് കോശങ്ങളിലേക്ക് എത്തിക്കുന്നു. അപ്പം നമുക്ക് ഊർജം കിട്ടുന്നു. എന്താണ് ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത്? അപ്പം നമുക്കറിയാം, ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ ഷുഗർ ലെവൽ അമിതമായിട്ട് വർദ്ധിക്കുന്ന ഒരു അവസ്ഥേനെയാണ് പ്രമേഹം എന്ന് വിശേഷിപ്പിക്കുന്നത്. പെട്ടെന്നുണ്ടായ ഒരു അസുഖമാണെന്ന് ചോദിച്ചാൽ അല്ല. എന്തുകൊണ്ട്? ഇത് കുറേ കാലങ്ങളായിട്ട്, വർഷങ്ങളായിട്ട് ശരീരത്തിൽ സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഒരു പ്രമേഹ രോഗിയാവുന്നതിന് മുന്നേ ഒരു വ്യക്തിയുടെ അവസ്ഥ എന്തായിരുന്നു, അതിന് മുൻപ് അവസ്ഥ എന്തായിരുന്നു, അതുക്കും പിന്നാലെ എന്ന് പറയില്ല, അതിനു മുൻപ് നമ്മൾ അവസ്ഥ എന്തായിരുന്നുള്ളത് നമ്മൾ ശരിക്കും പരിശോധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. നമുക്ക് വരുന്ന വീഡിയോയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും.